ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദ അബുദാബി കപ്പിളിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീക്കെൻഡ് ആയിട്ട് പാപ്പിയെ കൊണ്ട് ബീച്ചിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഒത്തിരി നാളായിട്ട് ഞങ്ങൾ വിചാരിക്കും അവനെ കൊണ്ടുപോകണമെന്ന്, പക്ഷെ എപ്പോഴും പനി, ജലദോഷം, അങ്ങനെ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമുക്ക് എങ്ങും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ പിള്ളേരെ. അപ്പം എന്തായാലും ഇത്തവണ കൊണ്ടുപോകാൻ തന്നെ വിചാരിച്ചോ, കാരണം നെക്സ്റ്റ് വീക്ക് പാപ്പയും മമ്മിയും നാട്ടിൽ പോവുകയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് 1 മന്ത് കഴിയും അവർ വരാനായിട്ട്. അപ്പോഴത്തേനും ഭയങ്കര ചൂടാവും. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് ഓഫാണ്. അപ്പം അവനെ ഇന്ന് കൊണ്ടുപോയാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ നമുക്ക് തൊട്ടടുത്ത് ഹുദ്രത്ത് ബീച്ചാണുള്ളത് അബുദാബിയിൽ. അപ്പം അവിടേക്ക് പോയിട്ട് നമുക്കൊന്ന് കാണാം. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അത് ഞങ്ങൾക്ക് എനിക്കറിയാം ഒരുപാട് തെറ്റുകളുണ്ടെന്ന്. പിന്നെ നമ്മളൊരു സ്റ്റാർട്ടർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അത്രയും എന്താ പറയുക എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിത് തുടക്കമാണ്. അപ്പം നമ്മുടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടൊക്കെ ഞങ്ങളെ അറിയിക്കാം. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അത് ഞങ്ങൾക്ക് തരുന്ന ഒരു വലിയ സപ്പോർട്ടാണ്. അത് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഞങ്ങളെല്ലാവരും റെഡിയായി ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ബീച്ചിലേക്ക് ഇന്ന് വരികയാണ് കേട്ടോ. ബീച്ചിൽ പോവാന്ന് പറഞ്ഞേ. ബീച്ചിൽ പോവാണോ ബേബിയെ? എന്നോട് ഓടുന്നേ ചേട്ടാ, എന്തൊക്കെയാ പറഞ്ഞു? വഴിയല്ല മാറ്റി. ഇവിടെ
ഇവിടെ ഭയങ്കര ഇതുണ്ട് കേട്ടോ, കല്ലൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പുറത്തുള്ള ഡയപ്പർ അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 5 മണിക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ പോയത് കേട്ടോ. ഒരു 6:45 ആകുമ്പം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് നമ്മളോട് പറയും വെള്ളത്തിൽ നിന്ന് കയറാനായിട്ട്. പിന്നെ അവിടെ നമ്മളെ അലോ ചെയ്തതല്ല വെള്ളത്തിനകത്ത് ഇറങ്ങാനായിട്ട്. ബാക്കി നമുക്ക് അതിൻ്റെ സൈഡിലിരിക്കാം, അവിടെ ഇരിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കറങ്ങി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഒരുപാട് ഫുഡ് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാനായിട്ട് പ്ലേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയാണ് പോയത്. പിന്നെ പാപ്പിയെ ഒരുപാട് നേരം ഞങ്ങൾ അവിടെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം നമ്മളവിടെ നിർത്തുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോവുകയാണ്. കാരണം ഇനി പനി പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച നാട്ടിൽ പോകേണ്ടത് കൊണ്ട് പനിയൊക്കെ പിടിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പം നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വൈകുന്നേരം പോവുകയാണെങ്കിൽ ഒരു 3 മണി 4 മണിക്ക് ശേഷം പോവുകയാണെങ്കിൽ വെയിലൊന്ന് താഴ്ന്ന സമയമാണ്. പിള്ളേർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ ടൈം കിട്ടും. ഒരുപാട് കുട്ടികൾ ഫാമിലിയായിട്ടൊക്കെ വന്ന് വീക്കെൻഡ് എൻജോയ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.